അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അബാദ്. ആദരണീയനായ അധ്യക്ഷൻ, ഈ വേദി ധന്യമാക്കുന്ന സാദാത്തുക്കൾ, സമുന്നതരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ്. അതിൻ്റെ ഭാഗമായി സന്തോഷപൂർവ്വം സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നാം സംബന്ധിക്കുന്നത്. തീർച്ചയായും ദേശസ്നേഹികൾ എന്നുള്ള നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്കും ഈ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. സന്തോഷം നമുക്കുണ്ട്. ആഘോഷപൂർവമായി തന്നെയാണ് നമ്മുടെ വീടുകളിലും തെരുവുകളിലും നാം പതാകകൾ ഉയർത്തിക്കൊണ്ട് ഇതിനോട് സന്തോഷം പങ്കിട്ടത്. ത്യാഗോജ്വലമായ ഒരു പിന്നാമ്പുറ ചരിത്രമുണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനത്തിന്. 3 നൂറ്റാണ്ടുകളുടെ അനുസ്യൂതമായ സമരത്തിൻ്റെ മധ്യഘട്ടം രക്തരൂക്ഷിതവും, അവസാന ഘട്ടത്തിൽ ഗാന്ധിജിയുടെ സമാധാന സമരമുറകൾ കൊണ്ടും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോ നിമിഷങ്ങളും നമ്മൾ പരതുമ്പോൾ അതിൽ ചോര ചിന്തിയതിൻ്റെ ചരിത്രമുണ്ട്. കുടുംബങ്ങളുടെ ശൈഥില്യങ്ങളുടെ ചരിത്രമുണ്ട്. സമ്പന്നർ അതിദരിദ്രരായി മാറിയതിൻ്റെ ചരിത്രമുണ്ട്. നമ്മൾ പതാക ഉയർത്തിയും മുദ്രാവാക്യം മുഴക്കിയും ഒരു ദിവസത്തെ ധന്യമാക്കുമ്പോൾ, ആ ഒരു ദിവസത്തിന് വേണ്ടി പണിയെടുത്ത 10,000-കണക്കിന് മനുഷ്യരുടെ ത്യാഗോജ്വലമായ ചരിത്രത്തെ അവലോകനം ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. ഡൽഹിയിൽ 1ാം സ്വാതന്ത്ര്യ സമര കാലത്ത് സമരഭൂമിയിലിറങ്ങിയ അഹമ്മദ് ഷായുടെ തല വെട്ടിയെടുത്ത് ഉപ്പിലിട്ട് സൂക്ഷിച്ചത് അടക്കമുള്ള നിരവധി ചരിത്രങ്ങളുടെ അനാവരണം ചെയ്യുമ്പോഴാണ് എത്ര ത്യാഗോജ്വലമായിരുന്നു ഇതിൻ്റെ സമരങ്ങൾ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് SYS-ഉം കേരള മുസ്ലിം ജമാഅത്തും SSF-ഉം ഒക്കെയും ആ കഴിഞ്ഞകാല ജനതയുടെ പാരമ്പര്യ മുസ്ലിങ്ങൾ എന്ന മഹത്തായ വിശ്വാസികൾ ആ പഴയകാല ചരിത്രത്തിന്റെ പശ്ചാത്തലത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് ഇത് കേവലം ആഘോഷത്തിന്റെ മാത്രം ദിവസങ്ങളല്ല, നേരെ മറിച്ച് നമ്മുടെ മണ്ണിനെ ചുവപ്പിച്ച, സ്വന്തം ശരീരങ്ങൾ രാജ്യത്തിനും രാജ്യ നന്മയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ചിട്ടുള്ള ധീര രക്തസാക്ഷികളുടെയും കൊടും ഭീകരത അനുഭവിക്കേണ്ടി വന്നൊരു തലമുറയുടെയും ചരിത്രത്തെ കൂടി ഓർക്കാനുള്ള കൃത്യമായ സമയമാണ് ഇതെന്ന് നാം സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ 75 വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്തെടുത്തിട്ടാണ് അത്തരമൊരു സമര രണാങ്കണത്തിലേക്ക് അവർ ഇറങ്ങിയത്, അത് യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന അന്വേഷണവും ഇതിന്റെ ഭാഗമാണ്. ഗോത്ര തലവന്മാർ പങ്കെടുത്ത 1826-ലെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ 1850-ലെ 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെയും അരനൂറ്റാണ്ട് മുമ്പ് ഒരു മുസ്ലിം ഫക്കീറും ഒരു ഹിന്ദു സന്യാസി നേതൃത്വം കൊടുത്ത ഗോത്രവർഗക്കാരുടെ സമരം. ആ സമരത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഇന്ത്യ ഒരു മോഹരാജ്യമായിരുന്നു. ഇന്ന് ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ജനങ്ങൾ ദേശാടനം നടത്തുന്നത് പോലെ
പഴയകാല ചരിത്രത്തിൽ മോഹരാജ്യമായി സമ്പാദിക്കാനും വളരാനുമുള്ള ഭൂമികയായി കണ്ടെത്തിയത് ഇന്ത്യയായിരുന്നു. വനസമ്പത്ത് കൊണ്ടും സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടും സമ്പന്നമായിരുന്ന ഇന്ത്യ രാജ്യത്തെ അവിടെ എത്തിപ്പെടുക എന്ന വലിയ സ്വപ്നമായിരുന്നു പഴയകാല ജനതക്ക്. അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസ് പോലും പുറപ്പെട്ടത് അമേരിക്കയിലേക്കായിരുന്നില്ല, ഇന്ത്യയിലേക്കായിരുന്നു. അങ്ങനെ പലരും വന്നുകൂടിയ ഈ ഭൂമികയിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട്, പോർച്ചുഗീസുകാരോട്, ഡച്ചുകാരോട്, ഫ്രഞ്ചുകാരോട് മാത്രം അതിശക്തമായ സമരം ചെയ്തതെന്ന് ചോദിച്ചാൽ, മുഗളന്മാർ വരെയുള്ള പഴയകാല ജനത ഈ രാജ്യത്തേക്ക് വരികയും ഇവിടെ താമസമാക്കുകയും ഈ മണ്ണിൽ ലയിച്ചു ചേരുകയും ചെയ്തവരായിരുന്നു. പക്ഷേ യൂറോപ്യൻ ശക്തികൾക്ക് ഈ രാജ്യത്തോട്, ഈ ജനതയോട് അറപ്പും വെറുപ്പുമായിരുന്നു. കറുത്ത വർഗക്കാർ, ആ ഒരു അറപ്പും വെറുപ്പും ഇപ്പോഴും മാറിയിട്ടില്ല. ഉക്രൈൻ യുദ്ധം നടക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഉക്രൈന് വേണ്ടി വാദിക്കുന്ന സോഷ്യൽ മീഡിയയിലെ അവതാരകൾ അവർ പറയുന്നൊരു വാക്ക് ഇപ്പോഴും ഈ 2022 ആഗസ്റ്റ് 15 പോലും നമ്മുടെ കാതുകൾ മുഴങ്ങുന്നുണ്ട്. വി വൈറ്റ് പീപ്പിൾ. അത് അന്ന് മുഴക്കിയതല്ല, ഇന്നും ഈ കാലത്തും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം വെളുത്ത വർഗക്കാർ, കറുത്ത വർഗക്കാരായ ഇന്ത്യക്കാരുള്ള വെറുപ്പ് കൊണ്ട് ഈ മണ്ണിൽ അവർ ലയിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ പ്രകൃതി സമ്പത്തുകളെ ചൂഷണം ചെയ്തുകൊണ്ട് മാതൃരാജ്യത്തെ സമ്പന്നമാക്കാൻ ശ്രമിച്ചതുകൊണ്ട് വളരെ വൈകിയാണെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞു, നാം നഷ്ടപ്പെടുകയാണ്. ചൂഷണ വിധേയരായി നമ്മുടെ രാജ്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ പ്രകൃതി സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടുന്നു. അതിന്റെ ആദ്യത്തെ ഉജ്ജ്വലമായ സമരം നടന്നത് വിവരമില്ലാത്തവരെന്ന് ഇപ്പോഴും നമുക്ക് തോന്നുന്ന കാട്ടുവർഗക്കാരിൽ നിന്നാണ്. 1826 ഉജ്ജ്വലമായ സമരത്തിന് മുമ്പിൽ നിന്നത് ഒരു സൂഫിയും ഒരു ഫക്കീറും ഒരു സന്യാസിയുമായിരുന്നു. ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്തത് ഗോത്രവർഗക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ രണ്ടുപേരെയും തലയറുത്ത് കൊന്നിട്ട് കുന്തത്തിൽ നാട്ടിയിട്ട് ഗോത്രവർഗക്കാരെ പേടിപ്പിച്ചു. 1.5 മാസം നീണ്ടുന്ന സമരത്തിന്റെ അവസാനം ഗോത്രവർഗക്കാർ ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോ അവർക്ക് ബോധ്യപ്പെട്ടു, ഇവരെ കൊല്ലപ്പെട്ടാൽ കാട്ടുകന്നികൾ കൊണ്ടുവരാൻ ആളില്ലാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നിർത്തിവെച്ച സമരം, അല്ലെങ്കിൽ നരനായാട്ട്. ആ തരത്തില് ആ ഗോത്രവർഗക്കാർ എന്തിനു വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സമരത്തിൽ പങ്കെടുത്തെന്ന് ചോദിച്ചാൽ, കാടിന്റെ മക്കൾക്ക് സ്വൈര്യമായി കാട്ടിൽ ജീവിക്കാൻ സാധിക്കണം. നാടിന്റെ മക്കൾ ചെന്നുകൊണ്ട് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത് കട്ടുകൊണ്ടുപോകുന്ന കാട്ടുകള്ളന്മാരിൽ നിന്ന് നമ്മുടെ കാടിന്റെ സമ്പത്തിനെ സംരക്ഷിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ഇവിടെ 75 വർഷങ്ങൾക്ക് ശേഷം ഒരു അവലോകനം നടത്തുമ്പോൾ കാട്ടുവർഗക്കാരുടെ, ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ടോ? കോടിക്കണക്കിന് സമ്പത്ത്, കോടിക്കണക്കിന് രൂപ ഓരോ ബഡ്ജറ്റിലും വിലയിരുത്തിയിട്ട് കാട്ടുവാസികൾക്ക്, ആദിവാസികൾക്ക്, ഗോത്രവിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോ അതിന്റെ 1% പോലും കിട്ടാത്ത, ഇന്നും വീടില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത കാട്ടിന്റെ ഗുഹകളിൽ താമസിക്കേണ്ടി വരുന്ന ആദിവാസികൾക്ക് യഥാർത്ഥത്തിൽ കിട്ടിയത് എന്താണ്? ഈ ഒരു ചിത്രത്തെ നമ്മൾ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. പഴയ കാലത്ത് വിശാലമായ പാടശേഖരങ്ങൾ ജന്മകളിൽ നിന്ന് പാട്ടമെടുത്തുകൊണ്ട് കൃഷി അവന്റെ വിഭവങ്ങളെ, ആ വിഭവങ്ങൾ ഒന്നായി പാട്ടത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത ജന്മിമാരും അതോടൊപ്പം തന്നെ അവർക്ക് കൂട്ടുന്ന ബ്രിട്ടീഷുകാർക്കുമെതിരെ കർഷക രംഗത്തിറങ്ങിയപ്പോ ആ കർഷകർ സ്വപ്നം കണ്ടത്, ഒരു നാൾ വരും രാജ്യം സ്വന്തമാകുമ്പോ, ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുമ്പോ എന്റെ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഈ കൊറോണ കാലത്ത് പോലും കർഷകൻ അവന് കിട്ടേണ്ട ന്യായത്തിന് വേണ്ടി ഡൽഹിയിൽ സത്യഗ്രഹം ഇരിക്കേണ്ടി വന്ന ചരിത്രം ഈ ആധുനിക ഭാരതത്തിൽ നമ്മൾ കാണേണ്ടി വന്നു. റോഡുകൾ ഉപരോധിച്ചും സൈന്യത്തെ പ്രതിരോധത്തിലാക്കിയിട്ടും ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടും 75 വർഷങ്ങൾക്ക് ശേഷം കർഷകന് സമരം ചെയ്യേണ്ടി വന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ മുമ്പിൽ നിന്ന് കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഗാന്ധിജി പറഞ്ഞു, വൈറ്റ് കോളർമാരെ പടച്ചുവിടുന്ന വിദ്യാഭ്യാസ രീതി നമുക്ക് വേണ്ട. വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ, നല്ല ബുദ്ധിജീവികളായ കുട്ടികൾ അവർ രംഗത്തേക്ക് വന്നു. തൃശ്ശൂരിലെ ഒരു സർവകലാശാലയിൽ നിന്ന് ഒരു കുട്ടി സമരരംഗത്തേക്ക് ഇറങ്ങിയപ്പോ കരഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രൊഫസർ പറഞ്ഞു, എനിക്കെന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനെ നഷ്ടപ്പെടുകയാണ്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ രാജ്യം സ്വതന്ത്രമായാൽ
ആ രാജ്യത്തിന് സ്വതന്ത്ര ഭാരതത്തില് ഇന്ത്യ രാജ്യത്തെ നയിക്കാൻ എന്റെ ഈ കുട്ടിയുണ്ടാകും എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ പേര് EMS നമ്പൂതിരിപ്പാട് എന്നായിരുന്നു. ആ EMS അടക്കമുള്ളവരുടെ സമര രണാങ്കണത്തിൽ നിന്ന് ഇപ്പൊ 75 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ വീണ്ടും നമ്മളൊരു സമരത്തിന് ഇറങ്ങേണ്ടി വരികയാണ്. കരിക്കുലങ്ങൾ മാറ്റിയെഴുതി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കൊട്ടും ഉപകാരപ്രദമല്ലാത്ത കെട്ടുകഥകൾ, പുരാണങ്ങൾ തിരികെ കയറ്റിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തിരുത്തിക്കുറിക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോ 75 വർഷങ്ങൾക്ക് ശേഷം എന്ത് നേടി എന്ന ചോദ്യത്തിന് വീണ്ടും കുറെ വൈറ്റ് കോളർമാരെ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് എന്താണ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് ആലോചിക്കേണ്ടത്. 1921 കൊല്ലപ്പെട്ടവന്റെ ചിത്രമുണ്ട് നമ്മുടെയൊക്കെ മുമ്പില്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയാൽ നമ്മുടെ തിരൂരിലും അതേപോലെ തന്നെ താനൂരിലും കൊല്ലപ്പെട്ടവർ, തൂക്കിലേറ്റപ്പെട്ടവന്റെ കൃത്യമായ ചരിത്രം അവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും. ആ ജനങ്ങളൊക്കെയും ആഗ്രഹിച്ചത് എന്തായിരുന്നു? ഈ രാജ്യത്ത് എല്ലാവരും ഒന്നിച്ചു ചേർന്ന്, ഹിന്ദുവും മുസൽമാനും ജാതി മത ഭേദമന്യേ ഒന്നിച്ചു ചേർന്ന് വളരെ നല്ലൊരു ഭാരതത്തെ അവർ സ്വപ്നം കാണുകയുണ്ടായി. പക്ഷേ ഇന്ന് നമ്മൾ അറിയുന്നു, ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ് സ്വാതന്ത്ര്യം? ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, അയാൾക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, അയാൾക്ക് കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, വിദ്യാഭ്യാസം കിട്ടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, അയാളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. സർവോപരി ഞാനൊരു മനുഷ്യനാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. 75 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ത്യ രാജ്യത്തിലേക്ക് തുറിച്ചു നോക്കുമ്പോ ഈ രാജ്യത്ത് നമുക്ക് സംസാരിക്കുക സാധ്യമല്ല. പാർലമെന്റ് അകത്ത് പോലും ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് ചില വാക്കുകൾ പറയാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇഷ്ടമുള്ള വിദ്യാഭ്യാസം, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്തവന്റെ രാജ്യമായി ഇന്ത്യ രാജ്യം മാറുമ്പോ ഒരു ശക്തമായ വിചാരം നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. വിചാരം എന്ന് പറയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയുണ്ട്. വികാരത്തിന് അടിമപ്പെടാത്തവരായിരിക്കണം ഇന്ത്യക്കാരൻ. ഈ സമുദായത്തോട് പറയേണ്ടത്, ഈ സമുദായത്തിലെ ഓരോ വിശ്വാസിയും വികാരങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല. വിചാരപരമായിരിക്കണം നമ്മുടെ മുന്നേറ്റങ്ങള്. ആ തരത്തില് വിചാരത്തോടുകൂടി രാജ്യത്തിന്റെ ശക്തമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വീണ്ടും വീണ്ടും പോരാട്ടങ്ങൾക്ക് ഇറങ്ങേണ്ടിയിരിക്കുകയാണ്. രക്തരഹിതമായ ചിന്താ വിപ്ലവത്തോടുകൂടി ഈ രാജ്യത്തിന്റെ പൗരനായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വീണ്ടും നമ്മൾ പോരാട്ടം നടത്തേണ്ടിയിരിക്കുന്നു എന്ന ബോധം നമുക്കുണ്ടാവണം. ആലോചിക്കണം, മാൻ കി ബാത്തിലൂടെയും അതേപോലുള്ള മറ്റ് സംവിധാനങ്ങളുടെയും ഈ രാജ്യത്തിന്റെ പ്രോഗ്രസ് നമ്മുടെ ഭരണാധികാരികൾ വിളിച്ചു പറയുമ്പോ ബംഗ്ലാദേശിനേക്കാൾ, പാകിസ്ഥാനേക്കാൾ പിന്നിലാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് കൊട്ടക്കണക്കല്ല, യഥാർത്ഥത്തിൽ കൃത്യമായി വിലയിരുത്തപ്പെട്ട കണക്കുകളാണ്. വളരെ വളരെ പിന്നോക്കം നിന്നിരുന്ന ബംഗ്ലാദേശ് ഇന്ന് സാമ്പത്തികമായി ഇന്ത്യക്ക് മുകളിലാണ്. ബുദ്ധിയില്ലാത്തവന്റെ നാടെന്ന് പറയുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് മുകളിലാണ്. അതേസമയത്ത് ഈ രാജ്യത്ത് വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ കയ്യിലേക്ക് സമ്പത്ത് മുഴുവനും കുന്നുകൂടാൻ അവസരമുണ്ടാക്കുന്ന ഭരണാധികാരികൾ, ഇവിടെ നമുക്കൊന്നറിയാത്ത, ഈ ലോകത്ത് എന്ത് നടക്കുന്നു അറിയാത്ത ഏതാണ്ട് 40% പാവങ്ങളുണ്ട്. അവരുടെ കയ്യിൽ ഇന്റർനെറ്റ് ഇല്ല, അവരുടെ കയ്യിൽ വാട്സപ്പ് ഇല്ല, അവർക്ക് ഈ തരത്തിലുള്ള യൂട്യൂബുകളോ ഒന്നും അവർക്കറിയില്ല. രാവിലെ നേരം വെളുത്താൽ ഇന്നെങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ചിന്തിക്കുന്ന 42% പാവപ്പെട്ടവന്റെ രാജ്യമാണ് ഇന്ത്യ. എന്താണ് 75 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പുരോഗതിയുടെ പാഠം പറയാനുള്ളത്? മിണ്ടുന്നവനെ മിണ്ടാതാക്കുന്ന, പേനയെടുക്കുന്നവനെ ജയിലിലടക്കുന്ന ഒരു രാജ്യത്ത് സംസാരിക്കാൻ സാധിക്കുന്ന 70 പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയകൾ, അല്ലെങ്കിൽ നെറ്റ് സംവിധാനങ്ങൾ, അല്ലെങ്കിൽ വാർത്താ വിനിമയ സംവിധാനങ്ങൾ 70 മുകേഷ് അംബാനിയുടേത് മാത്രമാണ്. മുകേഷ് അംബാനി പറയുന്നത് മാത്രമേ ആ 70 ചാനലുകൾ നടക്കുകയുള്ളൂ. ആ മുകേഷ് അംബാനി സംസാരിക്കുന്നത് ഈ ഭരിക്കുന്നവരുടെ ഭാഷയിൽ മാത്രമാണ്. അപ്പോ ഇതൊന്നും അറിയാത്ത 42% ജനങ്ങൾക്ക്, ആ ജനങ്ങളുടെ പൂർവ്വകാല സ്വപ്നങ്ങൾ ഇപ്പോഴും വിരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്ത് നമ്മുടെ ഇനിയൊരു 25 വർഷങ്ങൾക്ക് ശേഷം 1947 കഴിഞ്ഞ് 2040 കടക്കുമ്പോ അവിടെയെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ ആ ശരിയായ ശീതളിമ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ചിന്താ വിപ്ലവങ്ങൾ ഉണ്ടായിരിക്കണം. SYS
വയസ്സിന്റെ കരുത്തരായ യുവാക്കള് ചിന്താപരമായി ഉയർന്നുകൊണ്ട് പ്രതിജ്ഞയെടുക്കണം. നാം ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഈ കാണുന്നത്, ഈ പറയുന്നത്, ഈ അടിച്ചമർത്തലുകളല്ല നാം നനച്ചിരിക്കുന്ന, നാം സ്വപ്നം കണ്ടിരുന്ന ഭാരതമെന്ന്. യഥാർത്ഥത്തില് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്ന, നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്ന, സത്യം എവിടെ നോക്കി വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടാകണം. ആ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകണം. അത് ആകണം നമ്മുടെ ലക്ഷ്യം. അതിനായിരിക്കണം നമ്മൾ പണിയെടുക്കേണ്ടത്. അതായിരിക്കണം ആഘോഷത്തിന്റെ പിന്നാമ്പുറത്ത് നാം എടുക്കേണ്ട പ്രതിജ്ഞ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.